മഴത്തൂര് മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റീത്ത ജയിലിലേക്ക് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് റീത്തയുടെ പൊട്ടത്തരം കാരണമാണ്, റീത്തയുടെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് റീത്ത ജയിലിലേക്ക് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. അതായത് എൽസമ്മയെ അടുപ്പിക്കുകയാണ് സ്റ്റാലിനുമായിട്ട്. ആരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കരുതെന്ന് വിചാരിച്ചോ, ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് മറന്നു പോകുന്ന റീത്തയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാലിൻ്റെ അടുത്തേക്ക് തൻ്റെ അടിത്തറ ഇളകുമെന്ന് തിരിച്ചറിയാതെ നമ്മുടെ എൽസമ്മയെ വിടുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എൽസമ്മ എത്തിയതും സ്റ്റാലിന് നേരെ ആക്രമണവുമായി എൽസമ്മ മുന്നോട്ട് വരികയാണെന്ന് കാണാം. അതായത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ ചതിച്ചത്, എൻ്റെ മക്കളെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ എൽസമ്മ എന്ന് കാണാനായിട്ട് കഴിയും. എന്നെ ഉപേക്ഷിച്ച്, എന്നെ വേണ്ട എന്ന് വിചാരിച്ച് നിൻ്റെ കൂടെ വന്ന നമ്മുടെ മക്കളെക്കുറിച്ച് തന്നെയാണോ എൻ്റെ എൽസമ്മ നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു. അവർക്ക് നിങ്ങളെ വേണമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല പപ്പയാവാനായിട്ട് കഴിഞ്ഞില്ല, സാധിച്ചില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നല്ല പപ്പയാകണമെങ്കിൽ പപ്പയെയും സ്നേഹിക്കണമെന്ന് പറയുന്നു. ഇത് പപ്പയെയും സ്നേഹിക്കില്ല, പപ്പൻ്റെ കൂടെയും നിൽക്കില്ല. എന്നിട്ട് പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും എൻ്റെ മോളെ കാട്ടിക്കളയണം, എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ നിന്നും തള്ളിക്കളയണമെന്ന് പറയാനാണ് വന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുന്നു. നിൻ്റെ ആ റീത്താമയായിരിക്കുമല്ലോ ഇതിനെല്ലാത്തിനും പിന്നിൽ. ആ പുള്ളിക്കാരോട് പറഞ്ഞേക്ക്, എൻ്റെ മോളെ പുറത്താക്കിയിട്ട് ഇവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നും ഒന്നും തന്നെ നടക്കില്ല എന്നും പറയാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്തുകൊണ്ട് അവളെ പുറത്താക്കാൻ സാധിക്കില്ല, റീത്ത ചേച്ചിയുടെ വാക്കുകൾ എന്തുകൊണ്ട് കേൾക്കാൻ കഴിയില്ല, കാര്യം പറയൂ എന്ന് പറയുമ്പോൾ അവർ ഒറ്റൊരുത്തിയാണ് എൻ്റെ സന്തോഷകരമായ ജീവിതം കുട്ടിച്ചോറാക്കിയത്, കുളം തോണ്ടിയത്. എന്നിട്ടും ഞാൻ അവരായിട്ട് സംഭാഷണം നടത്തണം, സന്ധി നടത്തണമെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ ജീവിതം പോയത് എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തെങ്കിൽ എന്നെ നിനക്ക് ശിക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം റീത്ത ചേച്ചി പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന് എൽസമ്മ സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. നിങ്ങൾ തെറ്റായ ജീവിതത്തിലൂടെ, തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയല്ലേ എന്ന് ചോദിക്കുകയാണ് എൽസമ്മ എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ നീ ആ റീത്തയുടെ വാക്കും കേട്ടുകൊണ്ട് എൻ്റെ മെക്കെട്ടെങ്ങാനും കയറാൻ വന്നാൽ നീ വിവരമറിയും എൽസമ്മ എന്ന് സ്റ്റാലി പറയുകയാണ്. എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കയർക്കാൻ മാത്രം ധൈര്യം നിനക്കായോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിരുന്നാലും എന്തായാലും നിൻ്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി തരാനായിട്ട് കഴിയില്ല, സാധിക്കില്ല. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, എനിക്ക് നിന്നോട് പറയാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും
മനസ്സുകൊണ്ട് നമ്മൾ രണ്ടുപേരും വളരെ അകലെയാണ് എന്ന് പറയുന്നു. എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം വളരെ കുറവാണ് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അത് നീ തന്നെ വരുത്തിയതാണ് എന്ന് പറയുന്നു. ഞാൻ എന്തു വരുത്തിയെന്ന്? നിങ്ങളല്ലേ ഈ ചതി എന്നോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഒന്നും അറിയില്ല എൽസമ്മേ. ഞാൻ ചതിച്ചോ ചതിച്ചില്ലേ എന്നൊക്കെ നിനക്കേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് സ്റ്റാൻലി എൽസമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ എൽസമ്മ പറയുന്നുണ്ട്, എന്തായാലും തൻ്റെ റീത്ത ചേച്ചി ശരി തന്നെയാണ് പറഞ്ഞതെന്നും റീത്ത ചേച്ചി ശരി പറഞ്ഞതുകൊണ്ട് താനത് വിശ്വസിക്കുമെന്നും അനുസരിക്കുമെന്നും പറയുന്നത് കാണാൻ കഴിയും. നിൻ്റെ റീത്ത ചേച്ചി അവൾ ഒറ്റൊരുത്തിയാണ് നിന്നെ കുടിയിൽ കൊണ്ട് ചാട്ടിക്കുന്നത്. നിൻ്റെ പേരും പറഞ്ഞ് മാസവും പിരിവ് നടത്തുന്നത് അവളാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്തതൊന്നുമല്ല, സത്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയുന്നു. അതായത് നീ ആ റീത്തയുടെ കൂടെ പോയതിന് ശേഷം ഏകാന്തതയും ഒറ്റപ്പെടലും നല്ല രീതിയിൽ ഞാൻ അനുഭവിച്ചെന്ന് പറയുന്നു. പണത്തോടുള്ള ആർത്തിയുള്ള ഒരു സ്ത്രീയാണ് റീത്ത എന്ന് ഉള്ളതിന് തെളിവ് നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു കോപ്പിയും എടുത്ത് കൊടുക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. നീ ചോദിക്കുന്ന 5 ലക്ഷമല്ല, 5 ലക്ഷത്തിൽ കൂടുതൽ പണം കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം മനസ്സിലായോ? നിൻ്റെയും നിൻ്റെ വീട്ടുകാരുടെയും റീത്ത എന്ന് പറയുന്ന വൃത്തികെട്ടവരുടെയും ചതി എന്ന് സ്റ്റാൻലി ചോദിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അവരെ എന്തായാലും ഞാനിനി വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അവർക്ക് ചെയ്തതിനെല്ലാം തക്കതായ ശിക്ഷ കൊടുത്തേ മതിയാവുകയുള്ളൂ എന്ന് സ്റ്റാൻലി പറയുകയാണ്. ഈ സമയം അലീനയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്